ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ ഗലാത്യ 3-4 അധ്യായങ്ങളിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 125 ചോദ്യോത്തരങ്ങളാണ് റിവിഷൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഗലാത്യ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? എ. യേശുക്രിസ്തുവിൽ വിശുദ്ധരായവരെ. ബി. സഹോദരരെ. സി. ഭോഷന്മാരായ ഗലാത്യക്കാരെ. ഡി. ഗലാത്യയിലെ സഹോദരരെ. ഉത്തരം സി. ഭോഷന്മാരായ ഗലാത്യക്കാരെ. ചോദ്യം 2. ആർക്ക് ലഭിച്ച അനുഗ്രഹമാണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപിച്ചത്? എ. മോശയ്ക്ക്. ബി. ദാവീദിന്. സി. അബ്രാഹത്തിന്. ഡി. പൗലോസിന്. ഉത്തരം സി. അബ്രാഹത്തിന്. ചോദ്യം 3. എന്തു പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 4-ാം അധ്യായം ആരംഭിക്കുന്നത്? എ. എൻ്റെ കുഞ്ഞുമക്കളെ. ബി. ഭോഷന്മാരായ ഗലാത്യക്കാരെ. സി. സഹോദരരെ. ഡി. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ഉത്തരം ഡി. ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. ചോദ്യം 4. അബ്രാഹത്തിൻ്റെ 2 പുത്രന്മാരിൽ ദാസിയുടെ പുത്രൻ്റെ ജനനം എപ്രകാരമായിരുന്നു എന്നാണ് പറയുന്നത്? എ. അത്ഭുതകരമായ രീതിയിൽ. ബി. ആത്മാവിൻ്റെ ശക്തിയാൽ. സി. ശാരീരിക രീതിയിലുള്ള ജനനം. ഡി. വാഗ്ദാനത്തിലൂടെയുള്ള ജനനം. ഉത്തരം സി. ശാരീരിക രീതിയിലുള്ള ജനനം. ചോദ്യം 5. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ആരു വഴിയാണ് വിജാതീയരിലേക്ക് വ്യാപിച്ചത്? എ. പ്രവാചകൻ വഴി. ബി. മോശ വഴി. സി. യേശുക്രിസ്തു വഴി. ഡി. ദൂതൻ വഴി. ഉത്തരം സി. യേശുക്രിസ്തു വഴി. ചോദ്യം 6. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ എന്തായിരിക്കെയാണ് നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത് എന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്? എ. ഉദ്ധിതനായിരിക്കെ. ബി. ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. സി. ക്രൂശിതനായി കാണപ്പെട്ടിരിക്കെ. ഡി. ഉദ്ധിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. ഉത്തരം ബി. ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ. ചോദ്യം 7. പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ഏത് പ്രായത്തിൽ അവൻ അടിമയിൽ നിന്ന് വിഭിന്നനല്ല? എ. പക്വത പ്രാപിക്കുന്ന കാലം വരെ. ബി. ശിശുവായിരിക്കുന്നിടത്തോളം കാലം. സി. ബാലനായിരിക്കുന്നിടത്തോളം കാലം. ഡി. പ്രായപൂർത്തിയാകുന്നതുവരെ. ഉത്തരം സി. ബാലനായിരിക്കുന്നിടത്തോളം കാലം. ചോദ്യം 8. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഗലാത്യ 4:24. ഈ സ്ത്രീകൾ എന്ന് പറയുന്നവർ ആരൊക്കെയാണ്? എ. മറിയവും എലിസബത്തും. ബി. സാറായും ഹാഗാറും. സി. റൂത്തും നവോമിയും. ഡി. ലേയായും റാഹേലും. ഉത്തരം ബി. സാറായും ഹാഗാറും. ചോദ്യം 9. വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടത് എന്താണെന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 3:14 പ്രസ്താവിക്കുന്നത്? എ. ആത്മാവിൻ്റെ അഭിഷേകം. ബി. നിത്യജീവൻ. സി. ആത്മാവിൻ്റെ വാഗ്ദാനം. ഡി. പാപമോചനം. ഉത്തരം സി. ആത്മാവിൻ്റെ വാഗ്ദാനം. ചോദ്യം 10. യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്ന പ്രസ്താവനയെ തുടർന്ന് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്ന ചോദ്യം എന്ത്? എ. നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ബി. നിങ്ങളെ ആരാണ് അവിശ്വസിപ്പിച്ചത്? സി. നിങ്ങളെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? ഡി. നിങ്ങളെ ആരാണ് വഴിതെറ്റിച്ചത്? ഉത്തരം എ. നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ചോദ്യം 11. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിന്തുടർച്ചാവകാശി ആരുടെയെല്ലാം സംരക്ഷണത്തിലായിരിക്കും? എ. രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. ബി. പിതാവിൻ്റെയും മാതാവിൻ്റെയും. സി. സഹോദരരുടെയും വേലക്കാരുടെയും. ഡി. രക്ഷാകർത്താക്കളുടെയും ഗുരുക്കന്മാരുടെയും. ഉത്തരം എ. രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും.
ചോദ്യം 12. ഹാഗാർ എവിടെ നിന്നുള്ളവളാണ് എന്നാണ് ഗലാത്യ 4:24 പറയുന്നത്? എ. സിയോൺ മലയിൽ നിന്ന്. ബി. സീനായ് മലയിൽ നിന്നുള്ളവൾ. സി. ഒലിവ് മലയിൽ നിന്ന്. ഡി. ഹോറബ് മലയിൽ നിന്ന്. ഉത്തരം ബി. സീനായ് മലയിൽ നിന്നുള്ളവൾ. ചോദ്യം 13. ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം അതിൽ ചെയ്യാത്ത ആദ്യത്തെ കാര്യം എന്ത്? എ. മാറ്റം വരുത്താറില്ല. ബി. അസാധുവാക്കാറില്ല. സി. തിരുത്താറില്ല. ഡി. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറില്ല. ഉത്തരം ബി. അസാധുവാക്കാറില്ല. ചോദ്യം 14. നിങ്ങൾ എന്തിനെ സ്വീകരിച്ചത്? നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്. എ. ക്രിസ്തുവിനെ. ബി. സ്നാനം. സി. യേശുവിനെ. ഡി. ആത്മാവിനെ. ഉത്തരം ഡി. ആത്മാവിനെ. ചോദ്യം 15. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ എന്തിന് അടിമപ്പെട്ടിരുന്നു എന്നാണ് ഗലാത്യ 4:3 പറയുന്നത്? എ. ശിശുസഹജമായവയ്ക്ക്. ബി. അന്ധവിശ്വാസങ്ങൾക്ക്. സി. ലൗകിക മോഹങ്ങൾക്ക്. ഡി. പ്രകൃതിയുടെ ശക്തികൾക്ക്. ഉത്തരം ഡി. പ്രകൃതിയുടെ ശക്തികൾക്ക്. ചോദ്യം 16. ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്ന സ്ത്രീ ആരാണ്? എ. സാറ. ബി. എലിസബത്ത്. സി. ഹാഗാർ. ഡി. റാഹേൽ. ഉത്തരം സി. ഹാഗാർ. ചോദ്യം 17. ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം അതിൽ ചെയ്യാറില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്ത്? എ. തിരുത്താറില്ല. ബി. അസാധുവാക്കാറില്ല. സി. മാറ്റം വരുത്താറില്ല. ഡി. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറില്ല. ഉത്തരം ഡി. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറില്ല. ചോദ്യം 18 പൂരിപ്പിക്കുക. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് ഡാഷ് അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? എ. നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ. ബി. നിയമത്തിൽ വിശ്വസിച്ചതുകൊണ്ടോ. സി. പാരമ്പര്യത്താലോ. ഡി. മോശയുടെ നിയമത്താലോ. ഉത്തരം എ. നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ. ചോദ്യം 19. എപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് എന്നാണ് ഗലാത്യ 4:4 പറയുന്നത്? എ. സമയം പൂർത്തിയായപ്പോൾ. ബി. കാലസമ്പൂർണത വന്നപ്പോൾ. സി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ. ഡി. കാലത്തിൻ്റെ പൂർണ്ണതയിൽ. ഉത്തരം ബി. കാലസമ്പൂർണത വന്നപ്പോൾ. ചോദ്യം 20. നമ്മുടെ അമ്മ ആരെന്നാണ് ഗലാത്യ 4:26 പ്രതീകാത്മകമായി വിശുദ്ധ പൗലോസ് പറയുന്നത്? എ. സ്വർഗീയ ജെറുസലേം. ബി. ഭൗമിക ജെറുസലേം. സി. വിശുദ്ധ സഭ. ഡി. കാനാൻ ദേശം. ഉത്തരം എ. സ്വർഗീയ ജെറുസലേം. ചോദ്യം 21. അബ്രാഹത്തോടൊപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്ക് കൂടിയാണ്? എ. അവൻ്റെ സന്തതികൾക്കും. ബി. അവൻ്റെ സന്തതിക്കും. സി. അവൻ്റെ പിൻതലമുറയ്ക്കും. ഡി. അവൻ്റെ മക്കൾക്കും. ഉത്തരം ബി. അവൻ്റെ സന്തതിക്കും. ചോദ്യം 22. എന്ത് നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്? എ. ക്രിസ്തുവിൻ്റെ രക്ഷ. ബി. വിശ്വാസത്തിൻ്റെ അനുസരണം. സി. ദൈവത്തിൻ്റെ വചനം. ഡി. രക്ഷയുടെ സുവിശേഷം. ഉത്തരം ബി. വിശ്വാസത്തിൻ്റെ അനുസരണം. ചോദ്യം 23. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ഗലാത്യ 4:4. തുടർന്നുള്ള പൗലോസിൻ്റെ പ്രസ്താവന എന്താണ്? എ. കാലിത്തൊഴുത്തിൽ ജനിച്ചു. ബി. നിയമത്തിന് വിധേയനായി ജീവിച്ചു. സി. നിയമത്തിന് അധീനനായി ജനിച്ചു. ഡി. ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചു. ഉത്തരം സി. നിയമത്തിന് അധീനനായി ജനിച്ചു. ചോദ്യം 24. അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യേ, നീ ആഹ്ലാദിക്കുക, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. എന്തെന്നാൽ ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാണുള്ളത്.
ഗലാത്തിയ 4:27 ഉദ്ധരിച്ചിരിക്കുന്ന ഈ വരികൾ എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? എ. ജെറമിയ 1:5, ബി. സങ്കീർത്തനങ്ങൾ 127:3, സി. ഉൽപ്പത്തി 18:10, ഡി. ഏശയ്യ 54:1. ഉത്തരം ഡി. ഏശയ്യ 54:1. ചോദ്യം 25. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്. ഗലാത്തിയ 3:16. ഇവിടെ സന്തതി എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ. ഇസ്രായേൽ ജനത്തെ, ബി. ഇസഹാക്കിനെ, സി. ക്രിസ്തുവിനെ, ഡി. മോശയെ. ഉത്തരം സി. ക്രിസ്തുവിനെ. ചോദ്യം 26. എവിടെ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്. എ. ക്രിസ്തുവിൽ, ബി. വചനത്തിൽ, സി. ആത്മാവിൽ, ഡി. ദൈവത്തിൽ. ഉത്തരം സി. ആത്മാവിൽ. ചോദ്യം 27. നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ എന്തിനു വേണ്ടിയാണ് ക്രിസ്തു വിമുക്തരാക്കിയത്? എ. പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്, ബി. തന്നിൽ വസിക്കുന്നതിന്, സി. ക്രിസ്തുവിനായി ജീവിക്കേണ്ടതിന്, ഡി. നിത്യജീവന് വേണ്ടി. ഉത്തരം എ. പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. ചോദ്യം 28. നമ്മൾ ആരെപ്പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ് എന്നാണ് വചനം പറയുന്നത്? എ. ഇസ്മായേലിനെ പോലെ, ബി. ഇസഹാക്കിനെ പോലെ, സി. യാക്കോബിനെ പോലെ, ഡി. മോശയെ പോലെ. ഉത്തരം ബി. ഇസഹാക്കിനെ പോലെ. ചോദ്യം 29. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനങ്ങൾ നൽകി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം നിലവിൽ വന്നത്? എ. 100, ബി. 430, സി. 500, ഡി. 400. ഉത്തരം ബി. 430. ചോദ്യം 30. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ എവിടെ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നത്. എ. ശരീരത്തിൽ, ബി. അടിമത്തത്തിൽ, സി. മരണത്തിൽ, ഡി. പാപത്തിൽ. ഉത്തരം എ. ശരീരത്തിൽ. ചോദ്യം 31. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന എന്താണ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്? എ. തൻ്റെ വചനത്തെ, ബി. തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ, സി. പരിശുദ്ധാത്മാവിനെ, ഡി. തൻ്റെ സ്നേഹത്തെ. ഉത്തരം ബി. തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. ചോദ്യം 32. ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചത് ആരെന്നാണ് ഗലാത്തിയ 4:29 പറയുന്നത്? എ. ശാരീരിക രീതിയിൽ ജനിച്ചവൻ, ബി. വിജാതീയർ, സി. അവിശ്വാസികളായ ജനതകൾ, ഡി. നിയമജ്ഞർ. ഉത്തരം എ. ശാരീരിക രീതിയിൽ ജനിച്ചവൻ. ചോദ്യം 33. 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച എന്തിനെയാണ് അസാധുവാക്കിയത്? എ. ഉടമ്പടിയെ, ബി. ബലികളെ, സി. ആചാരങ്ങളെ, ഡി. നിയമങ്ങളെ. ഉത്തരം എ. ഉടമ്പടിയെ. ചോദ്യം 34. നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ എന്ന ചോദ്യത്തെ തുടർന്നുള്ള വിശുദ്ധ പൗലോസിൻ്റെ പ്രസ്താവന എന്ത്? എ. വെറും വ്യർത്ഥം, ബി. തീർത്തും നിരർത്ഥകം, സി. തീർത്തും നിഷ്ഫലം, ഡി. തീർത്തും വ്യർത്ഥം. ഉത്തരം ഡി. തീർത്തും വ്യർത്ഥം. ചോദ്യം 35. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെ ആരെന്നാണ് വചനം പറയുന്നത്? എ. പുത്രനാണ്, ബി. പുരോഹിതനാണ്, സി. പ്രവാചകനാണ്, ഡി. ദൈവത്തിൻ്റെ ആലയമാണ്. ഉത്തരം എ. പുത്രനാണ്. ചോദ്യം 36. ഗലാത്തിയ 4:29 പറയുന്ന ശാരീരിക രീതിയിൽ ജനിച്ചവൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ. ഇസഹാക്ക്, ബി. ഏസാവ്, സി. യാക്കോബ്, ഡി. ഇസ്മായേൽ. ഉത്തരം ഡി. ഇസ്മായേൽ. ചോദ്യം 37. പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും എന്തിൽ നിന്നായിരിക്കില്ല? എ. വംശത്തിൽ നിന്ന്, ബി. പ്രവൃത്തിയിൽ നിന്ന്, സി. വാഗ്ദാനത്തിൽ നിന്ന്, ഡി. സൽപ്രവൃത്തിയിൽ നിന്ന്. ഉത്തരം സി. വാഗ്ദാനത്തിൽ നിന്ന്.
ചോദ്യം 38, ഗലാത്യക്കാരുടെ ഏത് അനുഭവത്തെക്കുറിച്ചാണ് വ്യർത്ഥമായിരുന്നുവോ തീർത്തും വ്യർത്ഥം എന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? എ. ചെയ്ത പാപങ്ങൾ, ബി. പഠിച്ച നിയമങ്ങൾ, സി. സഹിച്ചവയത്രയും, ഡി. നൽകിയ ദാനങ്ങൾ. ഉത്തരം സി. സഹിച്ചവയത്രയും. ചോദ്യം 39, ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഗലാത്യയിലെ സഭയിലുണ്ടായിരുന്നവർ യഥാർത്ഥത്തിൽ ആരെയാണ് സേവിച്ചിരുന്നത്? എ. വിഗ്രഹങ്ങളെ, ബി. പിശാചിനെ, സി. ദൈവമല്ലാത്തവയെ, ഡി. ദേവന്മാരെ. ഉത്തരം സി. ദൈവമല്ലാത്തവയെ. ചോദ്യം 40, ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ എന്നു പറയുന്ന വിശുദ്ധ ലിഖിത വാക്യം ഏതാണ്? എ. ഉൽപ്പത്തി 12:1-3, ബി. പുറപ്പാട് 20:1-5, സി. ഉൽപ്പത്തി 21:9-12, ഡി. ലേവ്യർ 19:18. ഉത്തരം സി. ഉൽപ്പത്തി 21:9-12 വരെ വാക്യങ്ങൾ. ചോദ്യം 41, പാരമ്പര്യാവകാശം ലഭിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് ചോദിക്കുന്ന ചോദ്യമെന്ത്? എ. സ്നേഹം എവിടെ, ബി. പിന്നെന്തിനാണ് നിയമം, സി. സമാധാനം എവിടെ, ഡി. വിശ്വാസം എവിടെ. ഉത്തരം ബി. പിന്നെന്തിനാണ് നിയമം. ചോദ്യം 42, ഗലാത്യ 3:5 യേശുക്രിസ്തു ഗലാത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച 2 കാര്യങ്ങൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇതിൽ ആദ്യം പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ, ബി. ആത്മാവിനെ നൽകിയതിനെ, സി. വചനം പ്രഘോഷിക്കുന്നതിനെ, ഡി. നിയമം നൽകിയതിനെ. ഉത്തരം ബി. ആത്മാവിനെ നൽകിയതിനെ. ചോദ്യം 43 പൂരിപ്പിക്കുക. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ഡാഷ് അറിയുന്നു. എ. ദൈവം നിന്നെ, ബി. നിങ്ങളെ എല്ലാവരും, സി. ദൈവം നിങ്ങളെ, ഡി. ദൈവപുത്രൻ നിങ്ങളെ. ഉത്തരം സി. ദൈവം നിങ്ങളെ. ചോദ്യം 44, ഗലാത്യ 4:29 പറയുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ. യാക്കോബ്, ബി. ഇസ്ഹാക്ക്, സി. ഇസ്മായേൽ, ഡി. മോശ. ഉത്തരം ബി. ഇസ്ഹാക്ക്. ചോദ്യം 45, വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ നിയമം നൽകപ്പെടാനുള്ള കാരണം എന്താണ്? എ. അറിവ് വർദ്ധിപ്പിക്കാൻ, ബി. സ്നേഹം വർദ്ധിക്കാൻ, സി. പാപങ്ങൾ നിമിത്തം, ഡി. ഭയം വർദ്ധിക്കാൻ. ഉത്തരം സി. പാപങ്ങൾ നിമിത്തം. ചോദ്യം 46, ഗലാത്യ 3:5 യേശുക്രിസ്തു ഗലാത്യക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച 2 കാര്യങ്ങൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. ആത്മാവിനെ നൽകുന്നതിനെ, ബി. പാപങ്ങൾ ക്ഷമിക്കുന്നതിനെ, സി. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ, ഡി. സഭ സ്ഥാപിക്കുന്നതിനെ. ഉത്തരം സി. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനെ. ചോദ്യം 47, ഗലാത്യ 4:9 പ്രപഞ്ചശക്തികൾക്ക് നൽകുന്ന 2 വിശേഷണങ്ങൾ ഏതെല്ലാം? എ. ബലഹീനങ്ങളും വ്യർത്ഥങ്ങളും, ബി. മിഥ്യയും വ്യർത്ഥങ്ങളും, സി. ബലഹീനങ്ങളും ജീർണവും, ഡി. അവർണ്ണനീയവും ശാശ്വതവും. ഉത്തരം എ. ബലഹീനങ്ങളും വ്യർത്ഥങ്ങളും. ചോദ്യം 48, ഗലാത്യ 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ. 25, ബി. 40, സി. 31, ഡി. 16. ഉത്തരം സി. 31. ചോദ്യം 49, ദൈവദൂതന്മാർ വഴി ആരിലൂടെയാണ് നിയമം വിളംബരം ചെയ്യപ്പെട്ടത്? എ. രാജാവിലൂടെ, ബി. പുരോഹിതനിലൂടെ, സി. മധ്യവർത്തിയിലൂടെ, ഡി. പ്രവാചകനിലൂടെ. ഉത്തരം സി. മധ്യവർത്തിയിലൂടെ. ചോദ്യം 50 പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഡാഷ് അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? എ. വിശ്വാസം നിമിത്തമോ,
ബി നിയമാനുഷ്ഠാനം നിമിത്തമോ, സി വിശുദ്ധി നിമിത്തമോ, ഡി പ്രാർത്ഥന നിമിത്തമോ? ഉത്തരം ബി നിയമാനുഷ്ഠാനം നിമിത്തമോ. ചോദ്യം 51. ഗലാത്യ 4:9 വിശുദ്ധ പൗലോസ് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? എ 1, ബി 2, സി 3, ഡി 4? ഉത്തരം ബി 2. ചോദ്യം 52. ഗലാത്യ 4-ാം അധ്യായത്തിന് എത്ര തലക്കെട്ടുകൾ ഉണ്ട്? എ 1, ബി 5, സി 3, ഡി 2? ഉത്തരം ഡി 2. ചോദ്യം 53. ഏത് സാഹചര്യത്തിൽ മാത്രമേ ഒരു മധ്യവർത്തിയുടെ ആവശ്യം വരുന്നുള്ളൂ? എ 1-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ, ബി ഒരാൾ മാത്രമാണെങ്കിൽ, സി ആരുമില്ലെങ്കിൽ, ഡി എല്ലാവരും തുല്യരാണെങ്കിൽ? ഉത്തരം എ 1-ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ. ചോദ്യം 54. ഗലാത്യ 3:6 പ്രകാരം അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ പ്രസ്താവിക്കുന്ന അവൻ ആരാണ്? എ മോശ, ബി ക്രിസ്തു, സി അബ്രാഹം, ഡി പൗലോസ്? ഉത്തരം സി അബ്രാഹം. ചോദ്യം 55. ഗലാത്യ 4:9 വിശുദ്ധ പൗലോസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഗലാത്യക്കാരുടെ ഏത് പ്രവൃത്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? എ അവിശ്വാസത്തിലേക്ക്, ബി തിന്മയിലേക്കുള്ള തിരിച്ചുപോക്ക്, സി വിശ്വാസത്യാഗത്തിലേക്ക്, ഡി പഴയതിലേക്കുള്ള തിരിച്ചുപോക്ക്? ഉത്തരം ഡി പഴയതിലേക്കുള്ള തിരിച്ചുപോക്ക്. ചോദ്യം 56. ഗലാത്യ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട് എന്താണ്? എ അബ്രാഹത്തിൻ്റെ വിശ്വാസം, ബി ഹാഗാറും സാറായും, സി ആത്മാവിൻ്റെ ഫലങ്ങൾ, ഡി ക്രിസ്തീയ സ്വാതന്ത്ര്യം? ഉത്തരം ബി ഹാഗാറും സാറായും. ചോദ്യം 57. ഗലാത്യ 3:20 ദൈവത്തിന് നൽകുന്ന വിശേഷണം എന്ത്? എ ദൈവം സ്നേഹമാണ്, ബി ദൈവം ശക്തനാണ്, സി ദൈവം ഏകനാണ്, ഡി ദൈവം നീതിമാനാണ്? ഉത്തരം സി ദൈവം ഏകനാണ്. ചോദ്യം 58. ഏത് അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണ് ഗലാത്യ 3:6 പറയുന്നത്? എ ബലിയർപ്പിച്ചത്, ബി ദൈവത്തെ വിശ്വസിച്ചത്, സി കാനായിൽ താമസിച്ചത്, ഡി നിയമം പാലിച്ചത്? ഉത്തരം ബി ദൈവത്തെ വിശ്വസിച്ചത്. ചോദ്യം 59. ഗലാത്യ 4:10 എത്ര കാര്യങ്ങൾ ആചരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്? എ 2, ബി 6, സി 4, ഡി 10? ഉത്തരം സി 4. ചോദ്യം 60. ഗലാത്യ 4:3 സമാനമായ വാക്യം ഏത്? എ ഫിലിപ്പി 1:6, ബി കൊളോസോസ് 2:20, സി റോമ 8:1, ഡി എഫേസോസ് 2:8? ഉത്തരം ബി കൊളോസോസ് 2:20. ചോദ്യം 61. നിയമം ദൈവത്തിൻ്റെ എന്തിന് വിരുദ്ധമാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? എ ആഗ്രഹങ്ങൾക്ക്, ബി വാഗ്ദാനങ്ങൾക്ക്, സി പദ്ധതികൾക്ക്, ഡി താൽപ്പര്യങ്ങൾക്ക്? ഉത്തരം ബി വാഗ്ദാനങ്ങൾക്ക്. ചോദ്യം 62. അബ്രാഹം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് എന്തിനിടയാക്കി എന്നാണ് ഗലാത്യ 3:6 പറയുന്നത്? എ വിശ്വാസികളുടെ പിതാവ് ആകാൻ, ബി നന്മയായി പരിഗണിക്കപ്പെടാൻ, സി നീതിയായി പരിഗണിക്കപ്പെടാൻ, ഡി നീതിയായി ഗണിക്കപ്പെടാൻ? ഉത്തരം സി നീതിയായി പരിഗണിക്കപ്പെടാൻ. ചോദ്യം 63. ഗലാത്യ 4:10 ഗലാത്യക്കാർ ആചരിച്ചിരുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നുണ്ട്. ഇതിൽ മൂന്നാമത്തേത് ഏത്? എ ഋതുക്കൾ, ബി ആഴ്ചകൾ, സി ദിവസങ്ങൾ, ഡി വർഷങ്ങൾ? ഉത്തരം എ ഋതുക്കൾ. ചോദ്യം 64. അധ്യായവും വാക്യവും ഏത്? ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാനപ്രകാരവും ജനിച്ചു. എ ഗലാത്യ 4:23, ബി 4:10, സി 4:4, ഡി 4:16? ഉത്തരം
എ ഗലാത്തിയ 4:23. ചോദ്യം 65. എന്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? എ പുതിയ നിയമം, ബി കർക്കശമായ നിയമം, സി ജീവദായകമായ ഒരു നിയമം, ഡി പഴയ നിയമം. ഉത്തരം സി ജീവദായകമായ ഒരു നിയമം. ചോദ്യം 66. ഗലാത്തിയ 3:7 പ്രകാരം ആരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ? എ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ബി വിശ്വാസമുള്ളവർ, സി നിയമജ്ഞർ, ഡി വിജാതീയർ. ഉത്തരം ബി വിശ്വാസമുള്ളവർ. ചോദ്യം 67. ഗലാത്തിയ 4:10 പ്രകാരം ഗലാത്തിയാക്കാർ ആചരിച്ചിരുന്ന 4 കാര്യങ്ങളിൽ പെടാത്തത് ഏത്? എ മാസങ്ങൾ, ബി ആഴ്ചകൾ, സി ദിവസങ്ങൾ, ഡി വർഷങ്ങൾ. ഉത്തരം ബി ആഴ്ചകൾ. ചോദ്യം 68. ഹാഗാർ തൻ്റെ മക്കളോടൊത്ത് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? എ അലഞ്ഞു നടക്കുന്നു, ബി ഭരണം നടത്തുന്നു, സി ദാസ്യവൃത്തി ചെയ്യുന്നു, ഡി കൃഷി ചെയ്യുന്നു. ഉത്തരം സി ദാസ്യവൃത്തി ചെയ്യുന്നു. ചോദ്യം 69. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എന്ത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയാണ് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? എ വിശ്വാസികൾ പാപമോചനം പ്രാപിക്കേണ്ടതിന്, ബി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്, സി വിശ്വാസികൾ ആത്മാഭിഷേകം പ്രാപിക്കേണ്ടതിന്, ഡി വിശ്വാസികൾ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന്. ഉത്തരം ബി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന്. ചോദ്യം 70. ഗലാത്തിയ 3:7 പ്രകാരം വിശ്വാസമുള്ളവർ ആരെന്നാണ് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? എ ദൈവത്തിൻ്റെ അടിമകൾ, ബി പുതിയ ജനത, സി അബ്രാഹത്തിൻ്റെ മക്കൾ, ഡി നിയമത്തിൻ്റെ അനുയായികൾ. ഉത്തരം സി അബ്രാഹത്തിൻ്റെ മക്കൾ. ചോദ്യം 71. തൻ്റെ അധ്വാനത്തിന് ഗലാത്തിയക്കാരുടെ ഇടയിൽ എന്ത് സംഭവിച്ചോ എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്? എ വൃഥാവിലായോ, ബി ഫലം തന്നോ, സി കൂട്ടായ്മയ്ക്ക് ഇടയാക്കിയോ, ഡി വിസ്മരിക്കപ്പെട്ടോ. ഉത്തരം എ വൃഥാവിലായോ. ചോദ്യം 72. ആരാണ് വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്ന് വിഭിന്നനല്ലാത്തത്? എ പുത്രൻ, ബി പിന്തുടർച്ചാവകാശി, സി കാര്യസ്ഥൻ, ഡി മക്കൾ. ഉത്തരം ബി പിന്തുടർച്ചാവകാശി. ചോദ്യം 73. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഗലാത്തിയ 3:23 പറയുന്നത്? എ നിയമത്തിൻ്റെ കാവലിലായിരുന്നു, ബി പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു, സി പൂർണ്ണ സ്വാതന്ത്ര്യത്തിലായിരുന്നു, ഡി സ്വർഗീയ അനുഭവത്തിലായിരുന്നു. ഉത്തരം എ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. ചോദ്യം 74. ദൈവം നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ച സദ്വാർത്ത എന്താണ്? എ നിനക്ക് ഒരു പുത്രനെ ലഭിക്കും, ബി നിന്നിൽ നിന്ന് ജനതകളെല്ലാം അനുഗ്രഹീതരാകും, സി നിന്നിൽ ജനതകളെല്ലാം സത്യമറിയും, ഡി നിന്നിൽ ജനങ്ങളെല്ലാം അനുഗ്രഹീതരാകും. ഉത്തരം ബി നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും. ചോദ്യം 75. ഗലാത്തിയയിലെ സഭയോട് ആരെപ്പോലെയാകാനാണ് വിശുദ്ധ പൗലോസ് ഉപദേശിക്കുന്നത്? എ പത്രോസിനെ പോലെ, ബി അബ്രാഹത്തെ പോലെ, സി യേശു ക്രിസ്തുവിനെ പോലെ, ഡി എന്നെ പോലെ. ഉത്തരം ഡി എന്നെപ്പോലെ, അതായത് പൗലോസിനെ പോലെ. ചോദ്യം 76. ഏത് കാലാവധി വരെയാണ് പിന്തുടർച്ചാവകാശി രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കുന്നത്? എ പ്രായപൂർത്തിയാകുന്നതുവരെ, ബി പിതാവ് ആഗ്രഹിക്കുന്ന കാലം വരെ, സി പിതാവ് നിശ്ചയിച്ച കാലം വരെ, ഡി പക്വത പ്രാപിക്കുന്നതുവരെ. ഉത്തരം സി പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ. ചോദ്യം 77. ഏത് കാലം വരെയാണ് നമ്മൾ നിയമത്തിന് അധീനരായി കഴിഞ്ഞത് എന്നാണ് ഗലാത്തിയ 3:23 പറയുന്നത്? എ മരണം വരെ, ബി സഭ സ്ഥാപിതമാകുന്നതുവരെ,
സി ലോകാവസാനം വരെ, ഡി വിശ്വാസം വെളിപ്പെടുന്നതുവരെ. ഉത്തരം ഡി വിശ്വാസം വെളിപ്പെടുന്നതുവരെ. ചോദ്യം 78. നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ ദൈവം അറിയിച്ചത് ആരെയാണ്? എ മോശയെ, ബി പൗലോസിനെ, സി അബ്രാഹത്തെ, ഡി ദാവീദിനെ. ഉത്തരം സി അബ്രാഹത്തെ. ചോദ്യം 79. എപ്രകാരമുള്ള അവസരത്തിലാണ് വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരോട് ആദ്യം സുവിശേഷം പ്രസംഗിച്ചത്? എ വലിയ സമാധാനമുള്ളപ്പോൾ, ബി ശാരീരിക അസ്വാസ്ഥ്യം ഉള്ളപ്പോൾ, സി രോഗിയായിരുന്നപ്പോൾ, ഡി ബന്ധനത്തിലായിരുന്നപ്പോൾ. ഉത്തരം ബി ശാരീരിക അസ്വാസ്ഥ്യം ഉള്ളപ്പോൾ. ചോദ്യം 80. ഏത് പ്രായത്തിലാണ് നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നത്? എ ദൈവത്തെ അറിയുന്നതിന് മുമ്പ്, ബി യുവാക്കളായിരുന്നപ്പോൾ, സി ശിശുക്കളായിരുന്നപ്പോൾ, ഡി ബാലനായിരുന്നപ്പോൾ. ഉത്തരം സി ശിശുക്കളായിരുന്നപ്പോൾ. ചോദ്യം 81. ഏത് കാലം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു എന്നാണ് ഗലാത്യ 3:24 പറയുന്നത്? എ ക്രിസ്തുവിൻ്റെ ആഗമനം വരെ, ബി മോശയുടെ മരണം വരെ, സി പ്രവാചകന്മാർ വരുന്നതുവരെ, ഡി ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നതുവരെ. ഉത്തരം എ ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. ചോദ്യം 82. ആരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചത്? എ ഇസ്രായേല്യരെ, ബി വിജാതിയരെ, സി ഫരിസേയരെ, ഡി സദൂക്യരെ. ഉത്തരം ബി വിജാതിയരെ. ചോദ്യം 83. തൻ്റെ ആദ്യ സന്ദർശന വേളയിൽ ഗലാത്യക്കാർ ആരെയെന്നതുപോലെയാണ് തന്നെ സ്വീകരിച്ചത് എന്നാണ് വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നത്? എ ഒരു പരദേശിയെപ്പോലെ, ബി ഒരു അന്യദേശക്കാരനെ പോലെ, സി ഒരു ശത്രുവിനെ പോലെ, ഡി ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. ഉത്തരം ഡി ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. ചോദ്യം 84. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ആ പുത്രൻ ആരിൽ നിന്ന് ജാതനായി എന്നാണ് വചനം പറയുന്നത്? എ മറിയത്തിൽ നിന്ന്, ബി തിരഞ്ഞെടുക്കപ്പെട്ടവളിൽ നിന്ന്, സി സ്ത്രീയിൽ നിന്ന്, ഡി കന്യകയിൽ നിന്ന്. ഉത്തരം സി സ്ത്രീയിൽ നിന്ന്. ചോദ്യം 85. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പാലകന് അധീനരല്ലാത്തത്? എ വിശ്വാസം യാഥാർത്ഥ്യമായ നിലയ്ക്ക്, ബി വിശ്വാസം സമാഗതമായ നിലയ്ക്ക്, സി സത്യം തിരിച്ചറിഞ്ഞ നിലയ്ക്ക്, ഡി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതിനാൽ. ഉത്തരം ബി വിശ്വാസം സമാഗതമായ നിലയ്ക്ക്. ചോദ്യം 86. വിശ്വാസമുള്ളവർ വിശ്വാസിയായ ആരോടൊത്താണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? എ ഇസഹാക്കിനോടൊത്ത്, ബി യാക്കോബിനോടൊത്ത്, സി അബ്രാഹത്തോടൊത്ത്, ഡി ക്രിസ്തുവിനോടൊത്ത്. ഉത്തരം സി അബ്രാഹത്തോടൊത്ത്. ചോദ്യം 87. സാധിക്കുമായിരുന്നുവെങ്കിൽ ഗലാത്യക്കാർ എന്തുപോലും തരുമായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ തങ്ങളുടെ സർവ്വവും, ബി സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത്, സി എല്ലാ ലൗകിക സമ്പത്തും, ഡി അവരുടെ വീടുകൾ. ഉത്തരം ബി സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത്. ചോദ്യം 88. പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് ക്രിസ്തു ആരെയാണ് വിമുക്തരാക്കിയത്? എ യഹൂദരെ, ബി വിജാതിയരെ, സി പാപികളെ, ഡി നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. ഉത്തരം ഡി നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. ചോദ്യം 89. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ആരാണ് എന്നാണ് വചനം പറയുന്നത്? എ ദൈവമക്കളാണ്, ബി രാജകീയ പുരോഹിതരാണ്, സി ദൈവപുത്രന്മാരാണ്, ഡി സ്വതന്ത്രരാണ്. ഉത്തരം സി ദൈവപുത്രന്മാരാണ്. ചോദ്യം 90. വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നവർ ആരാണ്? എ ഇസ്രായേല്യർ, ബി യാക്കോബിൻ്റെ സന്തതികൾ, സി വിശ്വാസമുള്ളവർ, ഡി നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്നവർ. ഉത്തരം സി വിശ്വാസമുള്ളവർ.
ചോദ്യം 91, ഞാൻ നിങ്ങൾക്ക് ഒരു ശത്രുവായോ എന്ന് തോന്നുവാനിടയായത് എന്തുകൊണ്ടാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്. എ, നിയമം ലംഘിച്ചതുകൊണ്ട്. ബി, അവരെ സന്ദർശിക്കാത്തതുകൊണ്ട്. സി, സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട്. ഡി, ആചാരങ്ങൾ മാറ്റിയതുകൊണ്ട്. ഉത്തരം സി, സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട്. ചോദ്യം 92, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം എവിടേക്കാണ് അയച്ചത്? എ, നമ്മുടെ ഹൃദയത്തിലേക്ക്. ബി, നമ്മുടെ ശരീരത്തിലേക്ക്. സി, നമ്മുടെ ബുദ്ധിയിലേക്ക്. ഡി, നമ്മുടെ ആത്മാവിലേക്ക്. ഉത്തരം എ, നമ്മുടെ ഹൃദയത്തിലേക്ക്. ചോദ്യം 93, എപ്രകാരമാണ് നാമെല്ലാം ദൈവപുത്രന്മാരായി മാറുന്നത്? എ, നിയമം അനുഷ്ഠിക്കുന്നതുവഴി. ബി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. സി, ബലികൾ അർപ്പിക്കുന്നതുവഴി. ഡി, വംശപരമ്പര വഴി. ഉത്തരം ബി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. ചോദ്യം 94, എന്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്? എ, തന്നിൽ തന്നെ. ബി, നിയമാനുഷ്ഠാനത്തിൽ. സി, വാഗ്ദാനത്തിൽ. ഡി, മോശയിൽ. ഉത്തരം ബി, നിയമാനുഷ്ഠാനത്തിൽ. ചോദ്യം 95, അവർ നിങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്നത് സദുദ്ദേശത്തോടെയല്ല, മറിച്ച് നിങ്ങൾ അവരിൽ താൽപ്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ എന്തു ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. എ, ഒറ്റപ്പെടുത്തുകയാണ്. ബി, പഠിപ്പിക്കുകയാണ്. സി, സഹായിക്കുകയാണ്. ഡി, നയിക്കുകയാണ്. ഉത്തരം എ, ഒറ്റപ്പെടുത്തുകയാണ്. ചോദ്യം 96, ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് എന്താണ്? എ, വിശുദ്ധനുമാണ്. ബി, ആദ്യജാതനുമാണ്. സി, അവകാശിയുമാണ്. ഡി, കുടുംബാംഗവുമാണ്. ഉത്തരം സി, അവകാശിയുമാണ്. ചോദ്യം 97, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരുന്നവരുടെ പ്രത്യേകത എന്തെന്നാണ് ഗലാത്യ 3:27 പറയുന്നത്? എ, അവർ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ബി, അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സി, അവർ ലോകത്തെ വെറുക്കുന്നു. ഡി, അവർ മാലാഖമാരാകുന്നു. ഉത്തരം ബി, അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ചോദ്യം 98, എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ആരെന്നാണ് നിയമഗ്രന്ഥത്തിൽ പറയുന്നത്? എ, ഭോഷൻ. ബി, ശപിക്കപ്പെട്ടവൻ. സി, പാപി. ഡി, ദുർബലൻ. ഉത്തരം ബി, ശപിക്കപ്പെട്ടവൻ. ചോദ്യം 99, നല്ല കാര്യത്തിൽ താൽപ്പര്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, ഇതേ തുടർന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് എന്ത്? എ, വല്ലപ്പോഴും മതി. ബി, ചിലപ്പോൾ മാത്രം മതി. സി, എല്ലായ്പ്പോഴും നല്ലത് തന്നെ. ഡി, അതത്ര ആവശ്യമില്ല. ഉത്തരം സി, എല്ലായ്പ്പോഴും നല്ലത് തന്നെ. ചോദ്യം 100, ഗലാത്യ 4:12 വിശുദ്ധ പൗലോസ് ഗലാത്യക്കാരെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത്? എ, എൻ്റെ കുഞ്ഞുമക്കളെ. ബി, ഭോഷന്മാരായ ഗലാത്യക്കാരെ. സി, സഹോദരരെ. ഡി, വിശുദ്ധരെ. ഉത്തരം സി, സഹോദരരെ. ചോദ്യം 101, ഗലാത്യ 3:28 എത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? എ, 3. ബി, 12. സി, 6. ഡി, 10. ഉത്തരം സി, 6. ചോദ്യം 102, എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാണ്? എ, സങ്കീർത്തനങ്ങളിൽ. ബി, നിയമഗ്രന്ഥത്തിൽ. സി, സുവിശേഷത്തിൽ. ഡി, പ്രവാചക പുസ്തകങ്ങളിൽ. ഉത്തരം ബി, നിയമഗ്രന്ഥത്തിൽ. ചോദ്യം 103, ഗലാത്യ 4:19 പൗലോസ്ലീഹ ഗലാത്യരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? എ, സ്നേഹിതരെ. ബി, എൻ്റെ കുഞ്ഞുമക്കളെ. സി, വിശ്വാസികളെ. ഡി, സഹപ്രവർത്തകരെ. ഉത്തരം ബി, എൻ്റെ കുഞ്ഞുമക്കളെ. ചോദ്യം 104, ഞാൻ തന്നെയും ആരെപ്പോലെയാണെന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് പ്രഖ്യാപിക്കുന്നത്? എ, നിങ്ങളെപ്പോലെയാണല്ലോ. ബി, ക്രിസ്തുവിനെ പോലെ.
സി പിതാവിനെ പോലെ, ഡി ഒരു യഹൂദനെ പോലെ. ഉത്തരം എ നിങ്ങളെപ്പോലെയാണല്ലോ. ചോദ്യം 105 ഗലാത്തിയ 3:28 വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ രണ്ടാമത് പ്രതിപാദിക്കുന്ന വിഭാഗം ഏത്? എ യഹൂദർ, ബി ഗ്രീക്കുകാർ, സി അടിമകൾ, ഡി സ്വതന്ത്രർ. ഉത്തരം ബി ഗ്രീക്കുകാർ. ചോദ്യം 106 നിയമം വഴി ഒരുവനും നീതീകരിക്കപ്പെടാത്തത് എവിടെയാണ്? എ ലോകത്തിൻ്റെ മുൻപിൽ, ബി ദൈവസന്നിധിയിൽ, സി സഭയിൽ, ഡി മനുഷ്യരുടെ ഇടയിൽ. ഉത്തരം ബി ദൈവസന്നിധിയിൽ. ചോദ്യം 107 ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? എ പ്രാർത്ഥിക്കുന്നു, ബി ഈറ്റുനോവ് അനുഭവിക്കുന്നു, സി ഉപവസിക്കുന്നു, ഡി സുവിശേഷം പ്രസംഗിക്കുന്നു. ഉത്തരം ബി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ചോദ്യം 108 അബ്രാഹത്തിൻ്റെ 2 പുത്രന്മാരിൽ സ്വതന്ത്രയുടെ പുത്രൻ്റെ ജനനം എപ്രകാരമായിരുന്നു എന്നാണ് പറയുന്നത്? എ അത്ഭുതകരമായ രീതിയിൽ, ബി വാഗ്ദാനപ്രകാരമുള്ള ജനനം, സി ശാരീരിക രീതിയിൽ, ഡി സാധാരണ ജനനം. ഉത്തരം ബി വാഗ്ദാനപ്രകാരമുള്ള ജനനം. ചോദ്യം 109 നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്തിയ 3:29 പറയുന്നത്? എ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ബി പുതിയ ഇസ്രായേല്യരാണ്, സി നിയമത്തിൻ്റെ അവകാശികളാണ്, ഡി ലോകത്തിൻ്റെ അധിപന്മാരാണ്. ഉത്തരം എ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ചോദ്യം 110 വിശ്വാസം വഴി ജീവിക്കുന്നത് ആരെന്നാണ് ഗലാത്തിയ 3:11 പറയുന്നത്? എ പാപി, ബി ബലവാൻ, സി നീതിമാൻ, ഡി ധനികൻ. ഉത്തരം സി നീതിമാൻ. ചോദ്യം 111 ഗലാത്തിയ 4:20 പ്രകാരം ഗലാത്യരെക്കുറിച്ചുള്ള പൗലോസ്ലീഹയുടെ മാനസികാവസ്ഥ എന്തെന്നാണ് പറയുന്നത്? എ സന്തോഷവാനാണ്, ബി അഭിമാനിക്കുന്നു, സി ശാന്തനാണ്, ഡി അസ്വസ്ഥനാണ്. ഉത്തരം ഡി അസ്വസ്ഥനാണ്. ചോദ്യം 112 ഹാഗാറിനെ ഏത് മലയോടാണ് വിശുദ്ധ പൗലോസ് താരതമ്യം ചെയ്തിരിക്കുന്നത്? എ സിയോൻ മലയോട്, ബി ഒലിവ് മലയോട്, സി അറേബ്യയിലെ സീനായ് മലയോട്, ഡി ഗലീലി മലയോട്. ഉത്തരം സി അറേബ്യയിലെ സീനായ് മലയോട്. ചോദ്യം 113 ഗലാത്തിയ 3:6 സമാനമായി പുതിയ നിയമത്തിൽ പറയുന്ന വാക്യമേത്? എ ഹെബ്രായർ 10:38, ബി ഹെബ്രായർ 10:39, സി ഹെബ്രായർ 10:40, ഡി റോമ 4:3. ഉത്തരം ഡി റോമ 4:3. ചോദ്യം 114 എന്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്നാണ് ഗലാത്തിയ 3:12 പൗലോസ്ലീഹ പ്രഖ്യാപിക്കുന്നത്? എ സ്നേഹത്തിൻ്റെ, ബി കൃപയുടെ, സി വാഗ്ദാനത്തിൻ്റെ, ഡി നിയമത്തിൻ്റെ. ഉത്തരം ഡി നിയമത്തിൻ്റെ. ചോദ്യം 115 എന്തിനായി അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് ചോദിക്കുന്നത്? എ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ, ബി വിവേകം പ്രാപിക്കാൻ, സി നിയമത്തിന് വിധേയരായിരിക്കാൻ, ഡി പാപത്തിൽ തുടരാൻ. ഉത്തരം സി നിയമത്തിന് വിധേയരായിരിക്കാൻ. ചോദ്യം 116 പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിന്തുടർച്ചാവകാശി 2 കൂട്ടരുടെ സംരക്ഷണത്തിനായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത് പറയുന്ന വിഭാഗം ഏത്? എ കാര്യസ്ഥന്മാർ, ബി ഭൃത്യന്മാർ, സി രക്ഷാകർത്താക്കൾ, ഡി ഗുരുക്കന്മാർ. ഉത്തരം എ കാര്യസ്ഥന്മാർ. ചോദ്യം 117 ഗലാത്തിയ 3:11 സമാനമായി പുതിയ നിയമത്തിൽ പറയുന്ന ഒരു വാക്യമേത്? എ ഹെബ്രായർ 10:38, റോമ 1:20, സി റോമ 1:18, ഡി റോമ 1:19. ഉത്തരം എ ഹെബ്രായർ 10:38. ചോദ്യം 118 അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ഗലാത്തിയ 3:12. ഇവിടെ അവ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എ അത്ഭുതങ്ങളെ, ബി ബലികളെ, സി നിയമത്തെ, ഡി പാപങ്ങളെ. ഉത്തരം സി നിയമത്തെ. ചോദ്യം 119
ഗലാത്യ 4:22 അബ്രാഹത്തിൻ്റെ 2 പുത്രന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എപ്രകാരമാണ്? എ, 2 പേരും ദാസിമാരിൽ നിന്ന്. ബി, ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. സി, 2 പേരും സ്വതന്ത്രരിൽ നിന്ന്. ഡി, 2 പേരും വാഗ്ദാനപുത്രന്മാർ. ഉത്തരം ബി, ഒരുവൻ ദാസിയിൽ നിന്ന് ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. ചോദ്യം 120. ഏത് കാലഘട്ടത്തിലാണ് ഗലാത്യയിലെ സഭയിലുണ്ടായിരുന്നവർ ദൈവമല്ലാത്തവയെ സേവിച്ചിരുന്നത്? എ, ദൈവത്തെ അറിയാതിരുന്ന. ബി, വിശ്വാസത്തിലേക്ക് വന്ന. സി, സഹനത്തിലൂടെ കടന്നുപോയ. ഡി, വിജാതീയരായിരുന്ന. ഉത്തരം എ, ദൈവത്തെ അറിയാതിരുന്ന. ചോദ്യം 121 പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ ഡാഷ് വിശ്വസിച്ചതുകൊണ്ടോ? എ, നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത്. ബി, ദൈവത്തിൽ. സി, വചനത്തിൽ. ഡി, അബ്രാഹത്തിൽ. ഉത്തരം എ, നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത്. ചോദ്യം 122. ക്രിസ്തു നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് എപ്രകാരമാണ്? എ, കുരിശിൽ മരിച്ചുകൊണ്ട്. ബി, നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്. സി, സ്നാനം വഴിയായി. ഡി, ഉത്ഥാനം ചെയ്തുകൊണ്ട്. ഉത്തരം ബി, നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്. ചോദ്യം 123. എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ എന്തു ചെയ്തില്ല എന്നാണ് വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ സഭയോട് പറയുന്നത്. എ, നിന്ദിക്കുകയോ വെറുക്കുകയോ. ബി, നിന്ദിക്കുകയോ നീരസം കാണിക്കുകയോ. സി, പരിഹസിക്കുകയോ വെറുക്കുകയോ. ഡി, നിന്ദിക്കുകയോ അകറ്റി നിർത്തുകയോ. ഉത്തരം എ, നിന്ദിക്കുകയോ വെറുക്കുകയോ. ചോദ്യം 124. ഗലാത്യ 3:17 സമാനമായി പഴയ നിയമത്തിൽ പറയുന്ന വാക്യമേത്? എ, പുറപ്പാട് 12:40. ബി, നിയമാവർത്തനം 6:4. സി, ജോഷുവ 1:8. ഡി, ന്യായാധിപന്മാർ 2:1. ഉത്തരം എ, പുറപ്പാട് 12:40. ചോദ്യം 125. ഗലാത്യ 3:13 പ്രകാരം ആരെയാണ് ശപിക്കപ്പെട്ടവനായി കണക്കാക്കുന്നത്? എ, നിയമം ലംഘിക്കുന്നവനെ. ബി, മരത്തിൽ തൂക്കപ്പെടുന്നവനെ. സി, വിശ്വാസമില്ലാത്തവനെ. ഡി, നിയമം അറിയാത്തവനെ. ഉത്തരം ബി, മരത്തിൽ തൂക്കപ്പെടുന്നവനെ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.